കൂടുതലൊന്നും പറയാനില്ല. നമ്മളിവിടെ വന്ന് എല്ലാവരെയും കാണുമ്പോൾ ഈ നരച്ച് കുറച്ചൊന്നും ആരും വരരുത്. എല്ലാവരും നമ്മൾ ആ പഴയ യങ് ഫീലോട് കൂടി വരണം. നമ്മള് നിങ്ങളെ പ്രൊഫസർമാരായിരിക്കാം, മെച്ചോടികളായിരിക്കാം, അതൊക്കെ അവിടെ കിടക്കട്ടെ. ഇവിടെ വരുമ്പോൾ നമ്മള് ചുള്ളന്മാരായിരിക്കാം. അല്ല, അത് സജീവന് വളരെ ഇപ്പൊ ഈ വന്നിട്ടുള്ളതില് ഒരാൾക്ക് പിന്നെ പറയാവുന്നതായിട്ടുള്ളത് വിനോദാണ്, പിന്നെ പറയാവുന്നതായിട്ടുള്ളത് സജീവാണ്. കാരണം അവന്റെ മുടിയൊന്നും നരച്ചിട്ടില്ല, അതിനു മുമ്പ് എല്ലാം കൊഴിഞ്ഞു പോയി. അതുകൊണ്ട് അവന് ധൈര്യമായിട്ട് നിനക്ക് പറയാം. വളരെ വളരെ ശരി. ഡെന്നിനെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, എല്ലാവരെയും. ശരി, അവിടെ ശരി, സമയം വേണ്ട. ഓക്കെ, അതെ, എനിക്ക് ഫുള്ള് കൊളാക്കണ്ട. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ജോജു വർഗീസ് അക്ക. ഒരു ജോജുവും ലതികയോട് ഒരുമിച്ച് വിളിക്കാം അല്ലേ? ലതിക വരും, നിങ്ങൾ പറഞ്ഞോളൂ. നമുക്ക് നിങ്ങൾക്ക് അവ കൂടുതൽ പറയാം. എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഡെന്നിയും രഞ്ജിനിയും ആൽബിയും എല്ലാവരും. അതങ്ങനെ പറയണ്ട, അത് ഒന്നും ഒരു പണിയില്ല. ഈ ഹോൾ തന്നെ ലാസ്റ്റ് മിനിറ്റിലൊക്കെ ശരിയാക്കിയത്. ആ ഇവരുടെ എന്തൂസിയാസം വളരെ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മൾ എന്തായാലും എല്ലാ കെട്ടുകീർന്നും തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്കൊരു സജഷൻ ഉള്ളത്, എല്ലാ വർഷവും ഒരു കൃത്യം ഡേറ്റ് വെച്ചായിരുന്നു നമുക്കത്. അപ്പൊ അനിതയൊക്കെ പറഞ്ഞു നവംബറാണ് ഫ്ലൈറ്റിന് ഇത്ര റേറ്റ് കുറവ്, അങ്ങനത്തെ. അപ്പൊ നവംബർ 2nd സാറ്റർഡേ സൺഡേ അങ്ങനെ എന്തെങ്കിലും ഒരു എല്ലാ ഇയറിലും ഒരു ഫിക്സഡ് ഡേറ്റ് വെച്ചാൽ ആൾക്കാർക്ക് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യാം. നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റ് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും. പിന്നെ ഞാൻ എല്ലാ കെട്ടുകാരും എല്ലായിടത്തും വരാറുണ്ട്. അത് കാരണം ഒട്ടുമുക്കാൽ മുഖങ്ങളും നമ്മൾ സ്ഥിരം കാണുന്നവർ തന്നെയാണ്. തീരെ വരാത്തവര് വിനോദിനൊക്കെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയണത്. അങ്ങനെ കുറച്ച് പേരെ ഒട്ടും വരാത്തവര് എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് കൊണ്ടുവരണം ഒരു ആഗ്രഹം. കാരണം എല്ലാവരും ഏജ് ആവുകയാണ്. വിനോദും തോമസും വിനുമ്പ രണ്ടുപേരും മെഡൽ കൊടുക്കാൻ എല്ലാവരും ഫോട്ടോ അതെ. അതെ, നീ കഴുത്തിക്കൊണ്ടിട്ടോ തരട്ടോ. പിന്നെ അതല്ല, ഇത് നമുക്ക് ധൈര്യമായിട്ട് ഇടാം. മറ്റുള്ളവരെ കിട്ടിയാലോ ചോദിക്കുക എന്താ അവിടെ പരിപാടി. ഓക്കെ, നെക്സ്റ്റ് കംസ് ജയന്ത് കഴിഞ്ഞല്ലോ, സജീവൻ കഴിഞ്ഞു, തോമസ് തോമസ് ഇന്നലെ കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. അപ്പൊ ഇവിടുന്ന് മാറ്റി വരും. രഞ്ജിനി വരും പ്ലീസ് കം. രഞ്ജിനി വരും. അപ്പൊ രഞ്ജിക്കാണ് എന്റെ എല്ലാ ഇതിന്റെ കൺഗ്രാറ്റ്സ് എല്ലാം കൊടുക്കേണ്ടത്. ഞാനൊന്നും ചെയ്തില്ല. രഞ്ജിനി എല്ലാം അപ്പൊ എല്ലാം മാനേജ് ചെയ്തു. വളരെ സന്തോഷം. പിന്നെ അല്ല, അത് കളർഫുൾ ആയില്ല, അല്ലെങ്കിൽ ആവില്ലല്ലോ. അതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. അപ്പൊ രഞ്ജിനിക്ക് വലിയൊരു ഹാറ്റ്സ് ഓഫ് പറയും. പ്രത്യേകിച്ച് എന്ത് പറയാൻ, എല്ലാവരെയും കാണുമ്പോൾ സന്തോഷം. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞു തന്നെ വീണ്ടും പറയുകയാണ്, കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മുടെ കുട്ടിക്കാലങ്ങളിലേക്ക് പോകുന്ന നമുക്കൊരു റിജുവനേഷനാണ്. എല്ലാവർക്കും അവനവൻ്റെതായ സന്തോഷങ്ങളും ചെറിയ ചെറിയ പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളെയൊക്കെ കാണുമ്പം പഴയ ആ ഒരു സമയത്തേക്ക് പോവാണ്. കുറേ തമാശകൾ, പാരകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്താ പറയുക, അർത്ഥം വെച്ചിട്ടും ഒക്കെ കളിയാക്കൽ. നാളെ വീണ്ടും ഇതേ ചക്രങ്ങളിലേക്ക്